നിലവിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്ഡേറ്റ് ഒന്നുമില്ലടാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ നിങ്ങളെ വിളിച്ചു വരുന്നേക്ക് ഇവിടെ പ്രമോഷൻ ഏതാ സിനിമ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത്. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമൊന്നും അല്ല ഇവരുടെ കൂട്ടുകാര് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുങ്ങനെ മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോവാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥ എന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് ഇവന്റെ എന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. എന്തൊക്കെയാണ് അല്ലല്ല, എനിക്കങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അപ്പൊ ഞാൻ കല്യാണ തലേന്ന് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരു 9-10 മണി, പിറ്റേ ദിവസം രാവിലെ എൻ്റെ കല്യാണമാണ് 9 മണിക്ക് കണ്ണൂര്. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയനുണ്ടായിരുന്നല്ലേ, ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അല്ലെ അളിയുണ്ടായിരുന്നു അന്ന്. ചീട്ട് കളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താണ്. 10:30 മണിക്ക് രാവിലെ എൻ്റെ കല്യാണം. രാത്രി 9-9:30 വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീട്ട് കളിയാണ്. അങ്ങനെ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം, മുണ്ട് വാങ്ങണം, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നുമില്ല. കല്യാണത്തിന് ആരും നീ വരുന്നില്ലേ എന്ന് പോലും ആരും വിളിക്കുന്നില്ല. പലരുടെയും വിചാരം അച്ഛൻ വിളിച്ചില്ല, അമ്മ വിളിച്ചില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ വിളിച്ചാ പിന്നെ എന്തിനാ പോണേ അങ്ങോട്ട്. ഷൂട്ട് മാറ്റി വെച്ചു. അങ്ങനെ രാത്രി ഒരു 9-10 മണിയായപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എന്നോട് ആരോ മാമൻ വിളിച്ചെന്നെ. അരവിന്ദിന്റെ അതിഥികളൊക്കെ ചെയ്ത ജാതിജാതൊക്കെ ചെയ്ത മാമൻ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുന്നില്ലേന്ന് ചോദിച്ച്. അങ്ങനെ ഹോട്ടലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അങ്ങനെ 10-10:30-11 മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം 4-4:30 മണി വരെ 4-5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 6 മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ ഹോട്ടലിൽ വെച്ച് കാണുന്നു. ഇവന്റെ കുറെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:30 മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു 9:30 മണിക്ക് ആരോ തന്ന ഡ്രസ്സ് വിട്ട് ഞാൻ നേരെ കല്യാണം താലി തത്തു തിരിച്ച് അതേപടി എറണാകുളത്ത് നിന്ന് പിറ്റേ ദിവസം ചീട്ടുകളി പാരി സൈഡിൽ. പിന്നെ വല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി. ഇന്ന് സൂപ്പിലിടോ മാത്രം. ചിരി മിസ്സാവുന്ന, ചിരി എവിടേക്കോ മിസ്സാവുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ നുറുങ്ങു ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. കാരണം കറക്റ്റായിട്ട് ലാസ്റ്റിൽ അതിജാതകം വരുന്നു, പിന്നെ റൊമാൻസ് വരുന്നു, ചിരി നമ്മളെവിടെയൊക്കെയോ മിസ്സായ സാധനങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസ് ഹോനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള രീതിയിൽ. അതല്ലേ അല്ല, സിനിമ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സിനിമ എല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഇപ്പൊ ഇവനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ തോളത്താണ് സിനിമ, അവരുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു കോമൺ മാൻ ഇത് എന്റർടൈൻമെന്റിന് മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടും
ഇപ്പം എനിക്കില്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. എൻ്റെ കരിയറിനെ ആലോചിച്ച്, എൻ്റെ ജീവിതത്തെ ആലോചിച്ച്, എൻ്റെ ഇതിന് പ്രതിസന്ധി, മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവൻ്റെ തൊഴിലാണ്, ഒക്കെ അവർക്ക് പേഴ്സണലാണ്. മനസ്സിലായില്ലേ? കാരണം അത് നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് അവൻ്റെ പേഴ്സണൽ തോട്ടാണ്, നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ പലർക്കും പലതും പേഴ്സണൽ ആവുന്നിടത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ. അപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ ഇവൻ എന്ത് ചെയ്തു? അപ്പോ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം? കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ലായിരിക്കും. ചിലപ്പോ അതേ ഓടാത്ത പല പൊട്ടിയ സിനിമ ചെയ്യുന്ന ഞാനോ നല്ല മനുഷ്യനല്ലടാ.